പൊതുവിൽ ലഭിച്ചത്. മാർച്ച് 10-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ഏപ്രിൽ 9 വരെയാണ്. ഏപ്രിൽ 9-ന് തെരഞ്ഞെടുപ്പ്. അതിനുള്ളിലുള്ള സമയമാണ് നമുക്ക് ലഭിച്ചത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംസ്ഥാനത്ത് മിക്കവാറും ജില്ലകളിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. 2 ജില്ലകളിലാണ് പോകാൻ കഴിയാതിരുന്നത്. ഇവിടെ ജനങ്ങളുമായി ഇടപഴകിയ അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ മനസ്സ് LDF-നോടൊപ്പമാണ് എന്നത് തന്നെയാണ്. എല്ലാ തലങ്ങളിലും അത് വ്യക്തമായിരുന്നു. അപ്പം നമ്മുടെ സാധാരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാറുള്ള ഈ നിലവിലുള്ള ഭരണത്തിനെതിരെയുള്ള വികാരം കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ തുടരുകയാണ്. എന്നാൽ സ്വാഭാവികമായി അങ്ങനൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചവർക്കൊക്കെ കടുത്ത നിരാശ ഉണ്ടാകുന്ന തരത്തിലാണ് ജനങ്ങളിൽ നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. എവിടെയും അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം പ്രകടമല്ല. അതേസമയം ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നതിലെടുത്താൽ പ്രതിപക്ഷത്തോടുള്ള അവിശ്വാസം, അതോടൊപ്പം വല്ലാത്ത അസന്തുഷ്ടി അത് ജനങ്ങളുടെ ഭാഗത്ത് കാണാനുമുണ്ട്. ഇവിടെ പ്രചരണ രംഗത്ത് അവർ തന്നെ അഴിച്ചുവിട്ട വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ, ബോധപൂർവം അഴിച്ചുവിട്ട നുണപ്രചരണങ്ങൾ, ഇതെല്ലാം പ്രതിപക്ഷത്തിന് ഗുണകരമായിട്ടല്ല വന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് തന്നെ അത് തിരിച്ചടിയായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 2021 അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ 97% വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇത് അഭിമാനകരമായ നേട്ടം തന്നെയാണ്. LDF-ൻ്റെ ഇതേവരെയുള്ള രീതി ചെയ്യാൻ പറ്റുന്നത് പറയുക, പറയുന്നത് ചെയ്യുക, അത് കൃത്യമായി പാലിച്ചു പോകുന്നുവെന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമാകുന്നതിന് ഏറ്റവും ഉപകരിച്ചതാണ് ഓരോ വർഷവുമുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്കും അതേപോലെ തന്നെ നവകേരള നിർമ്മാണത്തിനുമൊക്കെ ക്രിയാത്മകമായി ഇത്തരം കാര്യങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. ഇത്തവണ പ്രകടന പത്രികയിൽ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതി, നവകേരള നിർമ്മാണം അതെങ്ങനെയെന്നൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൻ്റെ അനുഭവമെടുത്താൽ വലിയ തോതിലുള്ള വികസന നേട്ടങ്ങൾ നമുക്ക് നേടാനായിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ LDF-ൻ്റെ ഒരു പ്രത്യേകത
കേവലം വികസന പരിപാടികൾ മാത്രമല്ല, ജനങ്ങളുടെ ക്ഷേമവും അതോടൊപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും രണ്ടും ഒന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രക്രിയ തുടരേണ്ടതുണ്ട്. ആ മുന്നേറ്റം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ, ഭാവിയെ സംബന്ധിച്ചുള്ള ഗൗരവതരമായ വിഷയങ്ങൾ, ഇതെല്ലാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. സംസ്ഥാനങ്ങളുടെ അവകാശമാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഹിതം ലഭിക്കുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ വരുമാന ഘടന പരിശോധിച്ചാൽ അതിൽ വലിയ തോതിൽ വരുമാനത്തിൻ്റെ ഏകദേശം 75% സംസ്ഥാനത്തിൻ്റെ വിഹിതമാണെന്ന് കാണാൻ സാധിക്കും. അതായത് കേന്ദ്ര വിഹിതം കേവലം 25% ചുരുങ്ങുകയാണ്. മറ്റു ചില സംസ്ഥാനങ്ങളെടുത്താൽ ഈ കേന്ദ്ര വിഹിതത്തിൽ ഭീമമായ വർധനവ് കാണാനും നമുക്ക് സാധിക്കും. അപ്പോൾ ധനകാര്യ കമ്മീഷൻ വിഹിതത്തിൽ വലിയ കുറവ് ഉണ്ടായി. അതോടൊപ്പം സംസ്ഥാനങ്ങളിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ, ഇതെല്ലാം കൂടി വരുമ്പോൾ വികസനത്തെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. അപ്പോൾ വികസനവും ക്ഷേമവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടേതുപോലുള്ള സംസ്ഥാനത്തിന് ഇത് വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാം ഉണ്ടെങ്കിലും നാം നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വിവിധ ജനവിഭാഗങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, സ്ത്രീകൾക്ക്, യുവജനങ്ങൾക്ക്, മുതിർന്ന പൗരന്മാർക്ക്, അങ്ങനെ വിവിധ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധി ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, 35 മുതൽ 60 വയസ്സ് വരെയുള്ള 31 ലക്ഷം സ്ത്രീകളും അവർക്കുള്ള പ്രതിമാസ സഹായം അടക്കമുള്ള പദ്ധതികൾ ഇപ്പോൾ നമുക്ക് നടപ്പാക്കാനായിട്ടുണ്ട്.